ഷിരൂരിലേക്കാണ് ആദ്യം. ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്ന് ഷിരൂരിലെ തെരച്ചിൽ അവസാനിപ്പിച്ച് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ മടങ്ങി. ദൌത്യത്തിന് പോലീസും ഭരണകൂടവും പിന്തുണ നൽകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈശ്വർ മാൽപേയും സംഘവും മടങ്ങിയത്. ഉടുപ്പിയിലേക്ക് പോവുകയാണെന്നും അർജുന്റെ അമ്മയോട് ക്ഷമ ചോദിക്കുന്നുവെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു. രേഖാമൂലം അറിയിച്ചാൽ മാത്രമേ തിരിച്ചു വരികയുള്ളൂവെന്നും ഈശ്വർ മാൽപേ കൂട്ടിച്ചേർത്തു. വണ്ടി എന്നെ കിട്ടിയെങ്കിൽ അവർക്ക് പറയണം. ഞങ്ങളിപ്പോൾ നമ്മളെ ആൾക്കാർ പറയുന്ന മേലെ കേൾക്കും, ഒന്നും സെല്ലാവനാവില്ല. ആ സമയത്തിൽ എനിക്ക് ശരിയാവില്ല. ഞാൻ വണ്ടി കിട്ടി കീഴே ഒരു ആക്റ്റീവ് വണ്ടി ഉണ്ടെന്ന് ചൊല്ലി അതിപ്പോൾ ഡയറക്റ്റേക്ക് അവർക്ക് ആക്കണം. അത് ഞാനിപ്പോൾ നമ്മളെ ആൾക്കാർക്ക് ചെല്ലണം. ഇവിടെ മേലെ വന്ന് ഒരു ആക്റ്റീവ് വണ്ടി ഉണ്ട്, പിന്നെ ഒത്തിരി തടിയുണ്ട് അവിടെ. അത് അവർക്കൊരു ഇതായ വിഷമമാണ്. അതിനെ അവർ രണ്ട് സണ്ട പോടി സംസാരിച്ച് നിങ്ങൾ എൻ്റെ മൊബൈൽ കീഴே മൊബൈൽ കൊടുത്തത് ആര് കൊടുത്തത്? പോലീസുകാർക്ക് മൊബൈൽ കൊടുത്തത് എന്നോട്. ഞാൻ കീഴே ഇരുന്ന സമയത്ത് നമുക്ക് പേശാൻ കൊടുത്തവരാ. അതിനെ ഞാൻ ചൊല്ലി നീ അല്ലേ ഹീറോണ്ട് അങ്ങനെ ചൊല്ലി. അത് ഞാൻ ഹീറോനെ ഇവിടെ വന്നില്ല. പോലീസാണോ പറഞ്ഞത്? യെസ്, പോലീസേ പറഞ്ഞു. ഈശ്വർ മാൽപേ അനുനയിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടവും. ഈശ്വർ മാൽപേ എപ്പോഴും ഭരണകൂടത്തെ കുറ്റപ്പെടുത്തുകയാണെന്നും സ്വന്തം നിലയിൽ തീരുമാനമെടുക്കുകയാണെന്നും MLA കുറ്റപ്പെടുത്തി. മുൻകരുതലില്ലാതെയാണ് ഡൈവ് ചെയ്യുന്നതെന്നും കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. തെരച്ചിലിന് ഒരു തടസ്സവും ഉണ്ടാകില്ലെന്നും MLA പറഞ്ഞു. 5 people are there, driving people are there. If he is coming without doing any comments, no problem. If he wants for his service fees to be paid, no problem. But he should not say that nobody has supported from department and all these things, because it is not fair. Parallel such how it is not his own property. It is the government property. And tomorrow if something happens wrong, then who is responsible? Indra Balan, I have booked the ticket. He is coming tomorrow morning. He is giving the indications, and we will request DC to bring that seabird people also, Navy people also, and whatever they have given the indication, there we will start. It is 80 hours. 80 hours. Sir, from now. 80 hours means it is 10 days. തെരച്ചിലിന് 10 ദിവസം കൂടി ഡ്രഡ്ജർ ഷിരൂരിൽ തുടരുമെന്ന് ഉത്തരകന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ പറഞ്ഞു. ഡ്രഡ്ജർ 10 ദിവസം കൂടി ഷിരൂരിൽ തുടരും. ഒരേ സമയം ഡ്രഡ്ജിങ്ങും ഡൈവിംഗും അപകടമാണ്. അതുകൊണ്ടാണ് ഈശ്വർ മാൽപേക്ക് അനുമതി നൽകാത്തതെന്നും കളക്ടർ വ്യക്തമാക്കി. We have started the dredging. As you must have seen a couple of days back, we have started the dredging, and it will continue till we are able to find some lead. As of now, we have given permission for 10 days. And now we have taken a decision that parallelly dredging and diving, it is a little dangerous. So considering safety, that we are holding. When dredging stop, we will try to find solution. So let the dredging happen for some days and let us get some lead. Based on that, we can prioritize. We cannot say at this point of time. Some other teams with respect to other SDRF, NDR will be joining tomorrow. So once that is done, SP is leading the search and rescue operation. He'll conduct a meeting and he'll take it. അതിനിടെ റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രപാൽ നാളെ ഷിരൂരിലെത്തും. റഡാർ പരിശോധന നടത്തില്ലെന്നും മുൻപത്തെ പരിശോധനാ ഫലങ്ങൾ കയ്യിലുണ്ടെന്നും ഇന്ദ്രപാൽ 24-നോട് പറഞ്ഞു. നാളെ GPS പരിശോധന നടത്തും. ലോറിക്ക് മുകളിലുള്ള മണ്ണ് മാറ്റുന്ന ദൗത്യം ശ്രമകരമാണെന്നും ഇന്ദ്രപാൽ പറഞ്ഞു. സതീഷ് MLA അവിടെ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ സിൻസിയറിറ്റിയും അവരുടെ കമ്മിറ്റ്മെന്റ് കണ്ടിട്ടാണ് ഞാൻ അവിടെ വരുന്നത്. അപ്പൊ അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവരുടെ പ്രയത്നങ്ങൾ എങ്ങനെ സക്സസ് ആക്കാൻ പറ്റും, അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ അവിടെ വരുന്നു. കാരണം ഈ ഡ്രെജർ വെച്ചിട്ട് മണ്ണ് മാറ്റാനും ഈസി അല്ല. അവിടെ കുറച്ച് എഞ്ചിനീയറിംഗ് ഒക്കെ നോക്കേണ്ടി വരും, കുറച്ച് ഇന്നോവേഷൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അതിനെ പ്രയത്നം ചെയ്താൽ ഒരു ടീമായിട്ട് ഇറ്റ് വിൽ ബി ബെറ്റർ പെർഫോമൻസ്. പക്ഷെ ഈശ്വർ മാൽപേ അവിടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഹെൽപ്പ് ഉണ്ടായെന്നെ. കാരണം ഡൈവർ ഉണ്ടെങ്കിൽ അവിടെ പോയി താഴെ പോയിട്ട് മണ്ണ് അവിടെ മാറ്റിയെടുക്കേണ്ടത് മാറ്റി കഴിഞ്ഞിട്ട് അവിടെ എന്ത് കാണാൻ പറ്റേണ്ടത് അതുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് ആയെന്നെ. ഈശ്വർ മാൽപേ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല സപ്പോർട്ടാണ് അവിടെ. വിവാദങ്ങളിൽ താൽപര്യമില്ലെന്നും തെരച്ചിലിൽ തീരുമാനമെടുക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണെന്നും അർജുന്റെ സഹോദരി അഞ്ജു 24-നോട് പറഞ്ഞു. അന്ന് 2ാം ഘട്ട തെരച്ചിൽ നിർത്താനുള്ള ഒരു കാരണം മനുഷ്യസാധ്യമായിട്ടുള്ള ഒരു തെരച്ചിൽ അവിടെ പറ്റില്ല. നമുക്ക് ഡ്രഡ്ജർ മാതിരിയുള്ള സംവിധാനങ്ങൾ വന്നിട്ട് അവിടുത്തെ കയറ് കിട്ടിയ ഭാഗത്ത് നിന്നുള്ള സംഭവങ്ങൾ നീക്കിയിട്ട് അവിടെ ഫോക്കസ് ചെയ്യാനെന്ന് അന്ന് ഈശ്വർ മാൽപേ അടക്കമുള്ള സംഘം പറഞ്ഞത്. നല്ല രീതിയിലുള്ള സംഭവം തന്നെയാണ് ഇന്നലെ കിട്ടിയതും കാര്യങ്ങളൊക്കെ നമ്മൾ യോജിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വിവാദത്തിലേക്കൊന്നുമല്ല. ഈശ്വർ മാൽപേ അവിടെ തുടരണം എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതൊക്കെ നമ്മുടെ കയ്യിലല്ല. ഇപ്പൊ എല്ലാം അവിടുത്തെ സിസ്റ്റം, അവിടുത്തെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇപ്പം ഡ്രഡ്ജർ എത്തിയതും ഇത്രയും കാര്യങ്ങൾ നമുക്ക് കുടുംബത്തിനാണെങ്കിൽ ആ സപ്പോർട്ട് കിട്ടുന്നത്. അപ്പൊ നമുക്കും അവരുടെ ഒരു ഭാഗത്ത് നിന്ന് മാത്രമേ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുള്ളൂ.
ശിരൂരിൽ ഇപ്പോൾ ഈശ്വർ മാൽപേ മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഭരണകൂടം തന്നോട് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം മതിയാക്കുകയാണ്. ഇനി പ്രത്യേകമായി ആവശ്യപ്പെട്ടാൽ തിരിച്ചു വരാൻ തയ്യാറാണ് എന്നുകൂടി പറയുന്നു. എന്നാൽ അത്തരത്തിലേക്കൊരു അനുനയ നീക്കത്തിന് ഭരണകൂടം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതിൽ കളക്ടർ അല്ലെങ്കിൽ MLA വ്യക്തമാക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ കൂടി, ഡ്രഡ്ജിംഗ് ആൻഡ് ഡൈവിംഗ്, ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കുന്നത് അത് ശരിയായ രീതിയല്ല എന്ന് പറയുന്നു. സ്വന്തം നിലയ്ക്ക് ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈശ്വർ മാൽപേ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ തിരിച്ചടിയായി മാറുമെന്ന് MLA വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കാരണവശാലും അത്തരത്തിലേക്കുള്ള പ്രവൃത്തികൾ സമാന്തരമായി പോകുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞത്. ഞങ്ങളുടെ പ്രതിനിധികൾ അരുൺ പൂപ്പറമ്പയും അലക്സ് റാം മുഹമ്മദും ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്ക്. അരുൺ, ഇന്നിപ്പോൾ ചില ലോഹഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ അവിടെ നിന്ന് തെരച്ചിലിൽ കിട്ടിയതുമാണ്. ഇന്ന് എന്തെല്ലാം കണ്ടെത്താൻ കഴിഞ്ഞു? അത് പക്ഷേ കണ്ടെത്തിയ ഭാഗങ്ങൾ ലോറിയുടെ ഭാഗങ്ങൾ, അതൊന്നും അർജുൻ്റെ ലോറിയുടേതല്ല എന്നത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അനുജ, പൂർണ്ണമായും ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ കാർവാർ MLAയും പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ഗ്രൗണ്ട് ഫീൽഡിൽ നമ്മൾ ഈ ദൗത്യത്തിന്റെ ഓരോ നിമിഷവും നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായും അംഗീകരിക്കാൻ എന്തായാലും നമുക്ക് സാധിക്കില്ല. തെരച്ചിലിൽ പലതരത്തിലുള്ള അനിശ്ചിതങ്ങൾ പല ഘട്ടങ്ങളിലായി ഉണ്ടാകാറുണ്ട്. ഈ ഡ്രഡ്ജറിന്റെ പ്രവർത്തനം പോലും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപേ അദ്ദേഹം ഈ തെരച്ചിൽ നിർത്തി മടങ്ങുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ കാർവാർ MLAയും ഈ ദൗത്യ മേഖലയിൽ എത്തുകയും ഇപ്പോൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് എങ്ങനെ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകും, അതോടൊപ്പം തന്നെ ഈ ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ 3 ദിവസമായിരിക്കും, അതിൽ കൂടുതൽ ഈ കരാർ നീട്ടുമോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത നൽകിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈശ്വർ മാൽപേ പോയാലും ഞങ്ങൾ ദൗത്യം തുടരുമെന്ന നിലപാടിൽ ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ കാർവാർ MLAയും ജില്ലാ കളക്ടറും അത് വ്യക്തമാക്കി കഴിഞ്ഞു. ഈശ്വർ മാൽപേ, അതായത് ഒരേ സമയം ഡ്രഡ്ജിങ്ങും അതോടൊപ്പം ഡൈവിംഗും നടക്കില്ല, അത് അപകടകരമാണ് എന്നതാണ് ജില്ലാ കളക്ടർ അതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വിശദീകരണം. എന്തായാലും ഡ്രഡ്ജർ ഇപ്പോൾ ഡ്രഡ്ജറിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഡ്രഡ്ജർ 10 ദിവസം കൂടി അതിന്റെ പ്രവർത്തനം തുടരും എന്നതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം ഡ്രഡ്ജറിന്റെ പ്രവർത്തനം 10 ദിവസം കൂടി തുടരും എന്നുള്ളതാണ്. അത് നേരത്തെ തീരുമാനിച്ചതിൽ നിന്ന് കുറച്ചുകൂടി കൂടുതൽ ദിവസം ഡ്രഡ്ജർ അവിടെ തുടരും എന്നത്. കൂടാതെ മേജർ ജനറൽ ഇന്ദ്രബാലൻ അങ്ങോട്ടേക്ക് നാളെ എത്തിച്ചേരും. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ മണ്ണ് കൂമ്പാരമായി കൂടിക്കിടക്കുന്നത്, അത് ലോറിക്ക് മുകളിൽ മണ്ണുണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ്. ആ മണ്ണുള്ളത് അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്, കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകും ലോറിയിലേക്ക് എത്തിച്ചേരാൻ എന്നുള്ളതാണ്. അപ്പോൾ മാൽപേ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായ പ്രകടനം അദ്ദേഹം 24നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. തിരൂർ ദൗത്യം തുടരുകയാണ്. അതിൽ ഇന്ന് ഏറ്റവും പ്രധാനമായി ഉണ്ടായത് ഈശ്വർ മാൽപേ അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. അല്പസമയം മുൻപ് സ്കൂട്ടറും തടിക്കഷ്ണവും കണ്ടെത്തിയിരുന്നു. അതിപ്പോൾ കരയ്ക്ക് എത്തിക്കുന്നു. അത് ലക്ഷ്മണിന്റെ ഭാര്യയുടേതെന്ന് ബന്ധുക്കൾ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശദാംശം. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, തടിക്കഷ്ണം അത് അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്നതാണ്, അക്കേഷ്യയാണ് എന്ന് ഒക്കെയാണ് നേരത്തെ വന്ന റിപ്പോർട്ട്. ഇപ്പോൾ ഈ സ്കൂട്ടർ ആരുടേതാണ് എന്നതുകൂടി അത് ബന്ധുക്കൾ സ്ഥിരീകരിച്ചു എന്ന് പറയുമ്പോൾ വിശദാംശങ്ങൾ എന്താണ് കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത്? അർജ, ദൃശ്യങ്ങളിൽ കാണുന്നത് ലക്ഷ്മണിന്റെ ബന്ധുക്കളാണ്. ലക്ഷ്മണിന്റെ ദൃശ്യങ്ങൾ മേഖലയിൽ നിന്നൊരു സ്കൂട്ടർ ഉയർത്തി എന്ന വിവരം അറിഞ്ഞാണ് അവർ ഇവിടേക്ക് എത്തിയത്. അവരുടെ ബന്ധുവീടുകളിൽ നിന്ന് ഇവിടേക്ക് എത്തിയത്. നിറകണ്ണുകളോടെയാണ് ഈ ബന്ധുക്കൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഒരു അമ്മ കരയുന്നുണ്ട്, കാര്യമായി തന്നെ അവർ കരയുന്നുണ്ട്. കാരണം ഈ ആക്ടിവ സ്കൂട്ടറിലാണ് കുഞ്ഞുങ്ങളെ പഠിക്കാൻ കൊണ്ടുപോയിരുന്നതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ആ അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു സഹോദരിയും അങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. അതിൽ ആ സഹോദരിയും അമ്മയും സ്ഥിരീകരിക്കുന്നുണ്ട് അത് ലക്ഷ്മണിന്റെ ഭാര്യയുടെ സ്കൂട്ടറാണെന്ന് അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അതൊരു കറുത്ത ആക്ടിവ സ്കൂട്ടറാണ്. അത് ചതഞ്ഞരഞ്ഞു പോയിട്ടുണ്ട് അനുജ എന്നുള്ളതാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്താണ് ലക്ഷ്മണിന്റെ കടയുണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനടിയിൽ അതിന് പുറത്ത്, അതായത് കടയുടെ ഒരു അംശം പോലും ഇല്ല, അതിന് പുറത്തേക്കൊക്കെ മണ്ണ് വീണിട്ടുണ്ട്. ലക്ഷ്മണിന്റെ കുടുംബവും കുഞ്ഞു കുട്ടികളും അടക്കം ഏതാണ്ട് 5 പേർക്ക് ഇവിടെ ജീവൻ നഷ്ടമായി എന്നാണ് മനസ്സിലാക്കുന്നത്. സർവ്വവും
ഈ മണ്ണെടുത്തു പോയി, ഈ പുഴയിലേക്ക് കൊണ്ടുപോയി. അത് ജീവൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കടയും മറ്റുമെല്ലാം എടുത്തുപോയി എന്നുള്ളതാണ്. അവർ അവിടെ നിന്ന് മടങ്ങുകയാണ്. നിറകണ്ണുകളോടെയാണ് അവർ ഇവിടെ തുടർന്നത്. ലക്ഷ്മണന്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അദ്ദേഹവും അവിടെ വന്ന ആ സ്കൂട്ടർ നോക്കി നിൽക്കുന്നത് കണ്ടതാണ്. ബന്ധുക്കളൊക്കെ ആ സ്കൂട്ടർ നോക്കി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും ആ സ്കൂട്ടർ ആരുടേതാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്കൂട്ടർ അടിത്തട്ടിൽ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ പറഞ്ഞത് ലക്ഷ്മണന്റെ സ്കൂട്ടർ ആകാം, ലക്ഷ്മണന്റെ ഭാര്യയുടെ സ്കൂട്ടർ ആകാമെന്നൊരു സംശയം അവർ പറഞ്ഞിരുന്നത്. ബന്ധുക്കൾ എത്തി അത് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ കാഴ്ച. അത് മാത്രമല്ല, അതിനൊപ്പം കിട്ടിയത് ചില തടിക്കഷ്ണങ്ങളാണ്. ആ തടിക്കഷ്ണങ്ങൾ അർജുന്റെ ട്രക്കിലുണ്ടായിരുന്നതാണ് എന്ന് മനാഫും സ്ഥിരീകരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായി അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അതെ, സ്കൂട്ടറും തടിക്കഷ്ണങ്ങളും കിട്ടി എന്നുള്ളത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരച്ചിലിന്റെ ഒരു ഫലം എന്ന തരത്തിലേക്ക് തന്നെ കാണേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനം സ്കൂട്ടർ കണ്ടെത്തി, അത് ലക്ഷ്മണന്റെ ഭാര്യയുടേതാണ്. ലക്ഷ്മണന്റെ ചായക്കടയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഈ കുടുംബം മുഴുവനായി അപകടത്തിൽപ്പെടുകയും മരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സ്കൂട്ടർ കണ്ടെത്തിയിരിക്കുന്നു. അത് ബന്ധുക്കൾ ലക്ഷ്മണന്റെ ഭാര്യയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്ന് ഷിരൂരിൽ ദൗത്യം പുനരാരംഭിച്ചിരുന്നു. എന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉണ്ടായത് ഈശ്വർ മാൽപേ അവിടെ നിന്ന് ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങി എന്നുള്ളതാണ്. ജില്ലാ ഭരണകൂടം തനിക്ക് പിന്തുണ നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. തനിക്ക് വഴക്കടിക്കാൻ ഇനി താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മടങ്ങുകയായിരുന്നു. എന്നാൽ ഇതിൽ MLAയുടെയും ജില്ലാ കളക്ടറുടെയും വിശദീകരണം വന്നത് സമാന്തരമായി ഇത്തരത്തിലേക്കൊരു സംവിധാനം അദ്ദേഹം അവിടെ പ്രവർത്തിപ്പിക്കുകയായിരുന്നു. അത് തെറ്റായ കാര്യമാണ്. ഡൈവിങ്ങും ഡ്രഡ്ജിങ്ങും ഒരേ സമയം നടത്തുന്നത് അപകടകരമാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ തിരിച്ചടിയായി മാറും ഈ ദൗത്യത്തിന് തന്നെ എന്നുള്ളതാണ്. നാളെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ കൂടി അങ്ങോട്ടേക്ക് എത്തുന്നു. എന്നാൽ ഈശ്വർ മാൽപേ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായ പ്രകടനം അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു സ്കൂട്ടർ കണ്ടെത്തി, തടിക്കഷ്ണം അർജുന്റെ ലോറിയിലുള്ളതായിരുന്നു. സ്കൂട്ടർ ലക്ഷ്മണന്റെ ഭാര്യയുടേതാണ് എന്നത് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. 24 റൗണ്ടപ്പ് അവസാനിക്കുന്നു.